മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1000 കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട്. കൂടാതെ 1307.53 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി 765.65 കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി 876.68 കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2238.26 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർ, മെഡിസപ്പ് സർ, ജീവനക്കാരും പെൻഷൻകാരുമായി 11 ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസപ്പ് പദ്ധതിയിലൂടെ പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്നത് 30 ലക്ഷത്തോളം പേർക്കാണ്. സർ, യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഏത് പ്രായത്തിലുള്ളവരും അംഗങ്ങളാക്കുന്ന മെഡിസപ്പ് പദ്ധതിയിലൂടെ നാളെ വരെ 8.79 ലക്ഷം ക്ലെയിമുകളിലായി 1668 കോടി രൂപ അംഗീകരിച്ച് നൽകി. ഇതിൽ 1564 കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. സർ, മെഡിസപ്പ് പദ്ധതി തുടരുന്നത് സംബന്ധിച്ച് അതിൻ്റെ എഗ്രിമെൻറ്റ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പ്രതിനിധികളുമായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ്. സർ, ജീവനക്കാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. സർ, സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഈ വർഷം ഇതിനായിട്ട് 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സംസ്ഥാനത്തെ ദിവസന വേതന കരാറുകാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്. സർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോട് കൂടി പരിശോധിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും.